നല്ല ചായ ചെന്നു ബാക്കിയെല്ലാം റെഡിയാകുന്നുണ്ടല്ലോ. ചായ എന്തൊരു ഹോട്ടലാണ് കിട്ടാത്ത. ഇതെങ്ങനെ ശരിയായി? ഹോട്ടലിൽ അതേപോലെ ഉണ്ടല്ലോ. ഇതെന്ത് ഒരു മിനിറ്റ് പോവാൻ വരട്ടെ. ചായയിൽ ഇനിയിപ്പോൾ എന്തുണ്ടാക്കിയാലും ചായക്ക് നമ്മൾ തട്ടടിയിൽ നിന്ന് കിട്ടുന്ന ചായയുടെ ടേസ്റ്റ് വരില്ല എന്നൊക്കെ പറയാൻ പോകുന്നത്. ഒറ്റൊരു മിനിറ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഞാനൊരു സാധനം ചേർക്കുന്നുണ്ട്. അത് ചേർത്തിയതാലുണ്ടല്ല പിന്നെ സെയിം നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ചായ കിട്ടൽ. നിങ്ങളിൽ എത്ര പേര് കേൾക്കുന്നുണ്ടാവും, എൻ്റെ ചായ ഇങ്ങനെ ഒരു നല്ല ചായ വെക്കാൻ പഠിച്ചൂടെ, എത്ര കാലമായി ചായ വെക്കുന്നത്, ഇങ്ങനെയൊക്കെ ഇല്ലേ. എന്നാൽ ഇനി ഇതൊന്നും ചോദിക്കേണ്ടി വരില്ല കേട്ടോ, സോറി കേൾക്കേണ്ടി വരില്ല. ഈ ഒരു ചായ ഉണ്ടാക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ കൊടുത്തു നോക്ക്. എന്ത് പറയുന്നൊക്കെ ചായ അല്ലേ, വേറെ വലിയ പണിയൊന്നുമില്ലല്ലോ. ചായ എന്തായാലും ഡെയിലി 2 നേരം വെക്കുന്നതല്ലേ. അപ്പോൾ ഒരിക്കലും ഒരു നേരം ഈ പറയുന്ന പോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നടന്നിട്ടില്ലെങ്കിൽ, ഭർത്താക്കന്മാർ കുറ്റം പറഞ്ഞില്ലെങ്കിൽ അതെനിക്ക് കമൻറ്റ് ഇട്ടേ. അതുകൊണ്ട് അത്രയ്ക്കും ഞാൻ ഗ്യാരണ്ടി പറയുന്നത്, ഇങ്ങനെ ചായ വെച്ച് നോക്ക്. കറക്റ്റ് നമുക്ക് നല്ല തട്ടുകടയിലും ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ ചായ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് കണ്ടാലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, എന്നാലേ മനസ്സിലാവും. ഇതിലൊരു സാധനം ചേർക്കുന്നത്, ആ സാധനത്തിലാട്ടെ ഈ ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. ടേസ്റ്റ് വ്യത്യാസം മീൻസ് നല്ലൊരു ചായ ഹോട്ടലിലെ ടേസ്റ്റ് വരുന്നതാട്ടാ ഉദ്ദേശിച്ച്. നമുക്കറിയാം ചായ അത്ര ഹെൽത്തി ഒന്നല്ലാന്ന്. എന്നാൽ നമുക്കല്ലേ കുടിച്ച ശീലമായവർക്കില്ലേ കുടിക്കാണ്ടെന്ന് എന്തോ ആ ദിവസം പോയ പോലെയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ചായ കുടിക്കൽ ഏറ്റവും ചെറിയ കപ്പിലാണ്. അതായത് കുടിച്ചൊന്നും ആയി പിന്നെ വയറ്റിന് അത്ര അധികം പോകുന്നുമില്ലല്ലോ. ആ കുഞ്ഞ് കപ്പിലട്ടെ ഇന്ന് ഞാൻ ആക്കുന്നത് 2 ഗ്ലാസ്സാണ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു കപ്പ് വെള്ളവും ചേർത്ത് അതിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാക്കാൻ വെക്കുക. ഇനി വേറൊരു പാത്രത്തിലില്ലേ അതേ കപ്പിൽ തന്നെ 1 കപ്പും പിന്നെ ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാത്തിക്കുക. നമ്മൾ ചായൻ്റെ വെള്ളം ചെറുങ്ങനെ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്, പുകയൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വെട്ടി തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ കുഞ്ഞ് കപ്പായോണ്ട് കേട്ടോ ഇത്ര എടുക്കുന്ന ചായപ്പൊടി. നിങ്ങൾ സാധാ ഇടുന്ന അളവ് തന്നെ ഇടാട്ടോ. ചായപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് കുറച്ച് 2 മിനിറ്റ് തിളക്കുന്നത് വരെ വെയിറ്റ് ആക്കുക. അത് തിളച്ച് വരുമ്പോഴേക്ക് നമ്മളെ പാലിവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ പാലില്ലേ ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ഈ മാജിക്കൽ ഐറ്റം ചേർക്കേണ്ടത്. ഇത് ചേർത്തയിലുണ്ടല്ല ചായൻ്റെ ലെവൽ തന്നെ മാറും. അത്രയ്ക്ക് അടിപൊളി. നമ്മൾ ശരിക്കും അതേ മണമില്ല ഹോട്ടലിലെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നില്ല, അതേ മണമില്ല ചായ കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഇങ്ങനെ വിചാരിക്കും ഈ കണ്ടൻസ്ഡ് മിൽക്കാണ് ഡെയിലി ചേർക്കേണ്ടത്, ഇതിന് ഭയങ്കര പൈസയല്ലേ. അപ്പം അധികം ആർക്കും അറിയുന്നത് തന്നെയല്ലേ, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. 10 രൂപയുടെ പാക്കറ്റ് പാൽപ്പൊടിയും കുറച്ച് പാലും പഞ്ചസാരയും നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു മാസത്തേക്കില്ല കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ആക്കി വെച്ചാലും മതി. ഡെയിലി ഇല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചായ ഒന്ന് ആക്കി കൊടുത്ത് നോക്കിയേ, അടിപൊളി ടേസ്റ്റ്. ഒരിക്കൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നിങ്ങൾ ഇങ്ങനെ പിന്നെ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴേക്കും നമ്മളെ ചായപ്പൊടിയിട്ട് വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇത് ഓഫാക്കാനായി. അങ്ങനെ ഓവർ ടൈമൊന്നും തിളപ്പിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മളെ പാൽ തിളച്ച് വരുന്നവരെ വെയിറ്റ് ആക്കാം. ഇത് ഒരുമാതിരി വെയിറ്റ് ആക്കലായിപ്പോയിട്ടാ. പാല് പകുതിയും തിളച്ച് മറന്നു പോയി. വീഡിയോയിൽ കോൺസെൻട്രേഷൻ കൊടുത്തോണ്ടോ തോന്നുന്നു. ഭയങ്കര സാധനം കേട്ടോ ഇത്. ഞാൻ തിളക്കുന്നവരേ വെയിറ്റ് ആക്കി. 1 സെക്കൻഡേക്ക് എൻ്റെ കണ്ണ് ഒന്ന് മാറിപ്പോയി, വീഡിയോയിൽ കോൺസെൻട്രേഷൻ പോയി. അപ്പോഴേക്കും തിളച്ച് മറന്നു പോട്ട് 1 ഗ്ലാസ്സെങ്കിലും കിട്ടുമായിരിക്കും. അങ്ങനെ നമ്മൾ പാൽ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആകെ കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടില്ലു, അതിപ്പോൾ പകുതി ഇങ്ങനെ മറിഞ്ഞിട്ടും പോയി. വീഡിയോ എടുക്കുമ്പോഴും കുറച്ച് അധികം ആക്കായിരുന്നല്ലേ, വിചാരിച്ചിട്ട് എങ്ങനെ മറിയുമെന്ന്. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ പാല് തിളപ്പിച്ചിട്ട് മറിയാതെ ഇതുവരെ നിന്നിട്ട് ഇത്രയും കാലത്തേക്ക്? എൻ്റെ കയ്യിൽ നിന്ന് കുറേ വട്ടം മറിഞ്ഞിന് കേട്ടോ. അങ്ങനെ ഇതുവരെ മറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് ചായ ഒഴിക്കാൻ പറ്റിയ പാത്രം എടുത്തിട്ട് അതിലേക്കില്ലേ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 സ്പൂണേ ചേർത്ത് കൊടുക്കുന്നില്ല, 1 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ടിപ്പോൾ 1 സ്പൂണേ ചേർത്ത് കൊടുക്കുന്നില്ലു. അത് ഈ ചായയിൽ തിളക്കും ഇടാൻ പാടില്ല, വേറെ പാത്രത്തിലേക്കാട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഹോട്ടലെല്ലാം കാണുന്നില്ലേ പറയുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് തരുന്നത്. ഇനി ഇതിലേക്കാട്ടോ നമ്മൾ ചായ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല വീശി ഒന്ന് ഒഴിച്ചു കൊടുത്തു. നമ്മിങ്ങനെ ചായ ഒന്ന് എത്ര മറ്റേ മോഹൻലാൽ പറഞ്ഞിട്ടിട്ട് ഉയരം കൂടുന്നത്ര ചായൻ്റെ ടേസ്റ്റ് കൂടും, അതുപോലെ കേട്ടാ നല്ല എത്ര ഉയരത്തിലടിക്കുന്നത്ര ചായൻ്റെ ടേസ്റ്റും കൂടും.
ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിട്ട് രണ്ടു വട്ടം നല്ലോണം ഒന്ന് വീശി അടിച്ചെടുത്തേ. ഇതാ നമ്മൾ അടിപൊളിയായിട്ട് ഹോട്ടലിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചായയുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇതുപോലെ കിട്ടുന്നു ചായ. എന്തേന്നറിയോ, ഞാൻ കുറേ കാലം പാൽ നല്ലോണം തിളപ്പിക്കും. ആ ഹോട്ടലിലെ സമാവല തിളക്കുന്നില്ലേ, ആ ടേസ്റ്റ് കിട്ടുമോ നോക്കാണ്ട് എവിടെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ പല രീതിയിൽ വെക്കാൻ തുടങ്ങി. പിന്നെ വേറൊരു വീഡിയോയിൽ കണ്ട് ചായപ്പൊടി തിളപ്പിക്കാൻ പാടില്ല, വെള്ളം തിളച്ചത് പാട് കുറച്ച് സമയം മാറ്റി വെച്ചാൽ അങ്ങനെ റെഡി ആന്നിട്ട് എല്ലാ രീതിയിലും നോക്കി, എങ്ങനെയും ചായ ശരിയാവില്ല. അങ്ങനെ ലാസ്റ്റ് കിട്ടിയതാണ് ഇത്. നമുക്കിതൊന്ന് കൊടുത്തു നോക്കിയാലോ? ഈ ചായ കുടിച്ചിട്ട് എന്ത് പറയും നോക്കാലോ നമുക്ക്. ഇതെങ്ങനെ ശരിയായി? ഹോട്ടലിൽ അതേപോലെ ഉണ്ടല്ലോ. ഇതെന്ത് മരുന്ന്? ഇനിയില്ലേ എപ്പോഴും ഇതേപോലെ വെച്ചാൽ കേട്ടാ, അങ്ങോട്ടാകുമ്പോഴാണ് ഇങ്ങോട്ടാകുമ്പോൾ ശരിക്കും എത്ര ആക്കിയാലും ഇതേപോലെ കൊടുത്തത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ. പിന്നെ ഉണ്ടല്ലോ ഈ അച്ചപ്പം അടിപൊളി ടേസ്റ്റാന്നേ. ഇതിൻ്റെ പേര് മറക്കണതാ അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ കഴിച്ചയിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇങ്ങനെ അഡിക്റ്റ് ആവുന്ന ടൈപ്പിൽ അച്ചപ്പോട്ടാ. ക്രിസ്പിക്ക് ക്രിസ്പിയും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. അത്യാവശ്യം ലുലുവിലും നെസ്റ്റോലൊക്കെ ഇത് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ഇടണേ. ചായ വെക്കാൻ അറിയാത്ത ആരുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനൊരു പൂതിയാവില്ലേ പെരക്കുന്ന്. അന്നേരം അങ്ങനെ ആഗ്രഹമില്ലവർക്കില്ലേ, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, ഈ ചായ ആക്കി തരാൻ വേണ്ടിയിട്ട്. എന്നാൽ ഓക്കെ.